ഹായ്, മലയാളി വില്ലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായില്ലേ, ഓരോരോ കാരണങ്ങളുണ്ടാണല്ലേ നമ്മളെപ്പോഴും ഓരോ വീഡിയോ ആയിട്ടൊക്കെ വരുന്നത്. ഇന്നും ചെറിയൊരു കാരണങ്ങളായിട്ടാണ് വരുന്നത്. അപ്പം ആദ്യമേ തന്നെ പറയട്ടെ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എല്ലാവരും കേരളത്തിലുള്ള മിക്ക ജനങ്ങളും ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു ബിഗ് ബോസിൻ്റെ വിന്നർ ആരാണെന്ന് അറിയാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പം അതിനെക്കുറിച്ച് രണ്ട് വാക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു കാര്യമാണല്ലേ ബിഗ് ബോസ് വിന്നർ ആരാണെന്ന് അറിയാമെന്നുള്ളത് അല്ലേ. അപ്പം എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ബിഗ് ബോസിലെ വിന്നർ ആരാകും? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി തന്നെ ആകണം അല്ലേ. അത് ആരാണെന്നാണ് അറിയേണ്ടത്. ആരുമാവാം. അവിടെയുള്ള ബിഗ് ബോസിൽ ആരാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി, ആരാണ് വിന്നറാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയൊക്കെ ബിഗ് ബോസിനകത്തോട്ട് വന്നു ചേർന്നവരാണല്ലേ എല്ലാവരും. ഓരോരോ കാരണങ്ങൾ കൊണ്ടിട്ട് എവിക്റ്റായി പോയി എല്ലാവരും. ഇപ്പം ഇനി അതിനകത്ത് മത്സരാർത്ഥി വിന്നർ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കപ്പ് മേടിക്കുന്നത് ആരാണെന്നറിയാൻ ഏതാനും കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അത് ആരാകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ സ്വന്തം ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നായി കേരളക്കരയിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് നന്നായി കളിക്കുന്ന വ്യക്തി ആരാണോ അർഹമായ കൈകളിലേക്ക് ആ കപ്പ് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അല്ലേ. അപ്പം നിങ്ങളിൽ ഓരോരുത്തർക്കും പേഴ്സണലായിട്ടും അല്ലാണ്ടും ഓരോ മത്സരാർത്ഥിയും ഇഷ്ടമുണ്ടാവും അല്ലേ. അപ്പോൾ ആ മത്സരാർത്ഥികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായ ഉത്തരങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ എല്ലാവരും അവിടെ നന്നായി പെർഫോം ചെയ്ത ആൾക്കാരാണ്. അതിൽ ചില ആൾക്കാരൊക്കെ എവിക്റ്റായി പോയി. അപ്പം ചിലപ്പം അനീഷാവാം, അനുവാവാം, ഷാനവാസാവാം, പിന്നെ അവിടെ നിൽക്കുന്ന നെവിനാവാം, അങ്ങനെ വേറെ പലരും ആവാം. ആരാണെങ്കിലും അർഹതപ്പെട്ടതാണെങ്കിൽ അവരുടെ കൈകളിലേക്ക് ആ കപ്പുകൾ എത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഓരോരുത്തരെയും ഇഷ്ടപ്പെടുന്നത്, ഇപ്പം എനിക്കിഷ്ടമുള്ള കളി അവർ കളിക്കണം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ കാണിക്കണം എന്ന് പറയുന്നതിനകത്ത് യാതൊരുവിധ അർത്ഥവുമില്ല അല്ലേ. അവർക്ക് കൊടുക്കുന്ന അത് വെച്ചിട്ട് അവരുടെ മാക്സിമം അവരവിടെ ചെയ്യുന്നുണ്ട്. അതിനെ വിലയിരുത്തേണ്ടത് നമ്മളായിട്ടുള്ള ഒത്തിരി ആൾക്കാരാണ്. നമ്മളുടെ വോട്ടുകളാണ് അവരവിടെ നിലനിന്ന് പോകുന്നത്. അപ്പം നമ്മൾ തന്നെ അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക, നമ്മൾ തന്നെ അവരെ വോട്ട് ചെയ്യാണ്ട് തോൽപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അർഹമായ കൈകളിലേക്ക് അത് എത്തട്ടെ, അർഹതപ്പെട്ട ആൾക്കാർ കൊണ്ടുപോകട്ടെ. അത് പുറത്തു നിന്നാണെങ്കിലും അകത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊള്ളൂ കേട്ടോ. വേറെ ആരും എന്നെ ഒന്നും പറയരുത് കേട്ടെ. നമുക്ക് പേഴ്സണലായിട്ട് ആരെ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും അതൊന്നും നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറയേണ്ട കാര്യമില്ല. നന്നായി കളിക്കുന്ന വ്യക്തി ആരാണോ അവർക്ക് കിട്ടട്ടെ. നമുക്കിഷ്ടമുള്ള മത്സരാർത്ഥിക്കല്ലേ നമ്മൾ കൊടുക്കുന്നത്. അത് ജയിച്ചു വരട്ടെ, നമുക്ക് കാണാം. നാളെ നേരം വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഏകദേശം വോട്ടിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഏകദേശം മത്സരാർത്ഥിയെ നമുക്ക് തീരുമാനിക്കാനായിട്ടൊക്കെ പറ്റും. പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി വോട്ടിങ്ങൊക്കെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് കാണാം ബിഗ് ബോസിൻ്റെ അവസാന ഘട്ടം ആരാണ് ലാലേട്ടൻ്റെ കൈ പിടിച്ച് കപ്പുകൾ ഏറ്റി വാങ്ങുന്നതെന്ന് ആകാംക്ഷയോടെ നിങ്ങളെപ്പോലെ ഞാനും നോക്കിയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ചെറിയ വേറൊരു കാര്യം കൂടി പറയുകയാണ് ഈ വീഡിയോ കൊണ്ട്. എന്താണെന്നറിയോ, നമ്മൾ ലൈവ് ചെയ്യുന്ന മിക്ക ആൾക്കാരും നമ്മുടെ ലൈവിലേക്ക് വരുന്ന പരിചിതമായ മുഖങ്ങളും പരിചയമില്ലാത്ത മുഖങ്ങളും ഉണ്ടാവും ഇല്ലേ. പരിചയമുള്ള ആൾക്കാരുടെയും പരിചയമില്ലാത്ത ആൾക്കാരെയും ഒന്നിച്ച് നല്ല രീതിയിൽ ലൈവ് കൊണ്ടുപോവുകയാണ് എല്ലാവരും. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരുപാട് ആൾക്കാർ, പ്രായഭേദമന്യേ കുട്ടികളും വലിയ ആൾക്കാരും എല്ലാവരുടെയും ചേച്ചിയായിട്ടും ചേച്ചിയമ്മയായിട്ടും പിള്ള ചേച്ചിയായിട്ടും അനിയത്തിയായിട്ടും ചേട്ടത്തിയായിട്ടും അമ്മയായിട്ടും അങ്ങനെ ഒരുപാട് റോളുകളിൽ കൂടിയിട്ടൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ വരുന്നവരെല്ലാവരും നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ ഫേക്കായിട്ടുള്ള ആൾക്കാരുണ്ടാവും, നല്ലവരുണ്ടാവും, ചീത്ത ഉണ്ടാവും, പിന്നെ അതിനകത്ത് ഇടകലർന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ സമ്മിശ്രമായിട്ട് എല്ലാവരും നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അതിനകത്ത് നമുക്ക് വേണ്ട ആൾക്കാർ, നമ്മുടെ ലൈവിലേക്ക് വരുന്ന ആൾക്കാർ ആരാണോ അവർ എങ്ങനെയാണ് നമുക്ക് അവരെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു എന്നാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്. നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവണേന്ന് ഒരു ലൈവിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോഴത്തേക്ക്. അപ്പം
നമ്മൾ അവരെ എങ്ങനെ വിലയിരുത്തുന്നത്, നമ്മോടുള്ള പെരുമാറ്റം, നമ്മോടുള്ള സമീപനം, നമ്മളോട് സംസാരിക്കുന്ന രീതികൾ, അതൊക്കെ കണ്ടിട്ട് അവർ നല്ലതാണോ ചീത്തയാണോ എന്ന് ഒരിക്കലും നമുക്ക് നിശ്ചയിക്കാനായിട്ടൊന്നും പറ്റില്ല. നമ്മുടെ ഒപ്പം ചില നല്ലവരും ചീത്ത ആൾക്കാരും എല്ലാവരും ഉണ്ടാവും. എല്ലാം അടങ്ങുന്നതല്ലേ. നമ്മുടെ ലൈവിലേക്ക് വരുന്നവരെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചാണ് നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നത്. അതിനകത്ത് ഈ പറയുന്ന ആൾക്കാരെല്ലാവരും ഉൾപ്പെടുന്നതായിരിക്കും. അതാണല്ലോ കുടുംബവും. അപ്പം നമുക്ക് ഒരു ബാഡ് കമൻറ്റ് അവിടുന്ന് നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം, ഇല്ലേ? അങ്ങനെ പറ്റാനായിട്ട് നമുക്കതിന് സാധിക്കണം. അതുപോലെ നമുക്കൊരു അതിർവരമ്പുകളുണ്ട്. നമുക്ക് ഇന്നേ വരെ നമ്മുടെ കയ്യിൽ പുതിയ തരം വാച്ചൊക്കെ ഇല്ലേ, ആ വാച്ചൊക്കെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ പൾസ് അറിയാൻ വേണ്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ അറിയാനും ഷുഗർ അറിയാനും പ്രഷർ അറിയാനൊക്കെ നമുക്ക് സാധിക്കും, അല്ലേ? പക്ഷേ മറ്റുള്ളവരുടെ മനസ്സറിയാനുള്ള യന്ത്രമൊന്നും ഇപ്പം നമ്മുടെ കയ്യിലൊന്നുമില്ല. അത് ഭാവിയിൽ വരുമായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എതിരെ നിൽക്കുന്ന ആളുടെ മനസ്സ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ചിലപ്പോൾ സാധിക്കുമായിരിക്കും. പക്ഷെ നമുക്ക് അറിയാൻ പാടില്ല, ഇനി അത് ഇറങ്ങൂലേ ഒന്നും അറിയാൻ പാടില്ല. പക്ഷെ നിലവിൽ ഇപ്പം അങ്ങനെ കണ്ടുപിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സൗമ്യമായ പെരുമാറ്റം, സഭ്യമായ ഭാഷ, ഇതൊക്കെ തന്നെയാണ് ലൈവുകളിൽ വേണ്ടത്. പിന്നെ വരുന്നവരെ നമ്മൾ അവർ എങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് വെച്ചാൽ തിരിച്ച് നമ്മളും അവരെ പോലെ പെരുമാറിക്കഴിഞ്ഞാൽ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? വല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മൾ അങ്ങനെ ഇല്ലാണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാർ, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ, നമ്മളെ എന്താ പറയുക, കൂടെ നിൽക്കുന്ന ആൾക്കാർ, നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്, അല്ലേ? നമ്മളെ സ്നേഹിച്ചൊക്കെ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ അവരോടൊപ്പം നമ്മളും ആ യാത്രയിൽ പങ്കുകൊണ്ട് അവരോടൊപ്പം തന്നെ ഒരേ ചിന്താഗതി എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ചിന്താഗതി അവരുടെ ചിന്താഗതിയൊക്കെ വേറെ വേറെ ഇരിക്കും. അപ്പം വിലയിരുത്തുന്ന കാര്യം ഞാൻ പറഞ്ഞു, ഒരാളെ നമുക്ക് കാണുമ്പോഴത്തേക്ക് അവരെ വിലയിരുത്താൻ നമുക്ക് പറ്റുന്നത്, ഒന്ന് എൻ്റെ ഒരു തീരുമാനം ഞാൻ പറയുകയാണ്. ആദ്യം നമ്മൾ ഒരു ഓഫീസിലായിക്കോട്ടെ, ഒരു കടയിലായിക്കോട്ടെ, ഒരു വീട്ടിലായിക്കോട്ടെ, അങ്ങനെ ഏതൊരു സ്ഥാപനത്തിലേക്കും അല്ലെങ്കിൽ ഏതൊരു ആളുടെ വ്യക്തികളുടെ ജീവിതത്തിലേക്കും കടന്നു കഴിയുമ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ അയാളെ കണ്ടു കഴിയുമ്പോൾ അയാളുടെ ഡ്രസ്സിങ്ങിലാണല്ലേ നമ്മൾ വിലയിരുത്തുന്നത്. അയാളെ ആ ഡ്രസ്സിങ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അയാൾ എങ്ങനെയുള്ള ആളാണ് നമുക്ക് മനസ്സിലാവും. എനിക്കൊരു ഉദാഹരണമൊക്കെ പറയാനുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, എനിക്ക് അറിയുന്ന ഒരാൾ മരിച്ചിപ്പോൾ തലക്ക് മുകളിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ ചുരുക്കത്തിലൊന്ന് പറയാം, നിങ്ങൾക്ക് ബോറില്ലാത്ത രീതിയിൽ. അയാൾ ഭാര്യയും മക്കളുമായിട്ടൊക്കെ ഒന്ന് വഴക്കിട്ട് മാറി താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ ഇങ്ങനെ ഒരാളും ഇങ്ങനെ അയാളെ നോക്കാണ്ട് അന്വേഷിക്കാണ്ടൊക്കെ ഇങ്ങനെയായിട്ട് ഒരുപാട് വിഷമത്തിൽ എന്നോട് വന്ന് പറയുമ്പോൾ ഞാൻ പറയും, സൈമൺ എന്ന് പേര് പറഞ്ഞ് നമുക്ക് വിളിക്കാം അദ്ദേഹത്തെ. അപ്പം ഞാൻ പറയും, സൈമൺ ചേട്ടൻ ആദ്യം തന്നെ എല്ലാവരും നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു വെൽ ഡ്രസ്സിൽ നടക്കും. വെൽ ഡ്രസ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല വെള്ളയും തൂവെള്ളം അങ്ങനെ നടക്കണമെന്നല്ല. അയാൾ ഇപ്പം നടക്കുന്നതിനേലും മരിച്ച് തലയിൽ നിൽക്കുന്നതിനെ വെൽ ഡ്രസ്സിൽ ഒരു നല്ല ഡ്രസ്സോട് കൂടിയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട അംഗീകാരം ഇതൊക്കെ എല്ലാവരും തരുമെന്ന് പറഞ്ഞിട്ട് പുള്ളി അതോട് കൂടിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ചാക്കി എല്ലാവരുടെ ഇടയിൽ ചെന്നപ്പോഴത്തേക്ക് മാന്യമായ പെരുമാറ്റവും അയാൾക്ക് വേണ്ട ഒരു അംഗീകാരമൊക്കെ കൊടുക്കുക. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി, നമ്മുടെ ഡ്രസ്സിങ്ങിലും ഒരു വലിയൊരു പങ്ക്, ഒരു ക്വാളിറ്റി അതിനകത്തും ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു കാര്യം, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല, പക്ഷെ ആൾക്കാർ വില വയ്ക്കണമെങ്കിൽ നമ്മൾ നല്ല ഡ്രസ്സിലും പോകണം എന്ന് മനസ്സിലാക്കിയ ഒരു ചെറിയൊരു നിമിഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ അത് പറയണത്. അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ലൈവല്ലേ, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നമ്മുടെ സഭ്യമായ പെരുമാറ്റം അതെല്ലാവരിലും നല്ലത് ചെയ്യുന്നുണ്ട്, നല്ലതായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ലൈവിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അവരോട് ചെയ്യുന്ന സമീപനവും നമ്മുടെ പെരുമാറ്റവും നമ്മളുടെ വാക്കുകളൊക്കെ എത്രത്തോളം അവരുടെ ഹൃദയത്തിലേക്ക് നമ്മളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് ആവുന്നു, അത് അങ്ങനെയാണ് അവർ നമ്മളെ വിലയിരുത്തുന്നത്. ചിലർ പറയും ആ ലൈവ് അത് വെറുതെ ബോറ് എന്ന് പറയും, അല്ലേ? അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാവും. അപ്പം അങ്ങനെ പരിചിതമായ മുഖങ്ങളും പരിചയമില്ലാത്ത മുഖങ്ങളൊക്കെ ഒരുപാട് ലൈവിൽ കൂടിയൊക്കെ കടന്നു പോകും. എല്ലാവരെയും ഒരേ തട്ടിൽ ഒരേ ത്രാസിൽ കൊണ്ടുപോകാനുള്ള ക്ഷമയും അതിനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലൊക്കെ ഇത് കൊണ്ടുപോകാനായിട്ടൊക്കെ പറ്റുള്ളൂ. നാളെ നല്ലൊരു വാർത്ത കേൾക്കാനായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് എഴുന്നേൽക്കുന്നുണ്ട്. നല്ല വാർത്ത, നമുക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ എല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് ലാലേട്ടൻ്റെ കൈപിടിച്ച് ആരാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത്. പക്ഷേ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ, ആ ഡോക്ടർ റോബിൻ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടല്ലോ, അതേപോലെ ഒരു ബിഗ് ബോസ് നമുക്ക് തിരിച്ചുണ്ടാവുമോ, വരുമോ നമ്മുടെ ജീവിതത്തിലേക്ക്?
വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു. ഞാനും ഇഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു. ഡോക്ടർ റോബിന് കേരളത്തിലെ ജനങ്ങളെല്ലാം നെഞ്ചിലേറ്റി ആ മനുഷ്യനെ ഓർത്ത് വിഷമിക്കാത്ത കൊച്ചുകുട്ടികളും വലിയ ആൾക്കാരും മുതിർന്നവർ തുടങ്ങി കുഞ്ഞു കുട്ടികൾ വരെ അദ്ദേഹത്തെ കണ്ട് ബഹുമാനിച്ച് സങ്കടപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയാൻ വന്നത്, എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാകണമെന്ന് ഞാൻ പറയുകയാണ്. ഈ സമയത്തിൽ എല്ലാവരുടെയും സപ്പോർട്ട് മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാകണം. തീർച്ചയായും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ് എല്ലാം തന്ന് ഈ എളിയ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഏവരുടെയും ഹെൽപ്പ്, പരിശ്രമം എല്ലാം ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ.